നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണം തടയുന്നതിൽ കേരള വിഷന്റെ പങ്ക് വലുതെന്ന് സ്പീക്കർ AN ഷംസീർ. COA സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിലെ നടപ്പാതകളിലും റോഡിന്റെ വശങ്ങളിലും മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത് കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു. മരങ്ങൾ മുറിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കാതെ കോർപ്പറേഷൻ അധികൃതർ. സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ATM ചാർജ് 22 രൂപയാക്കാൻ ശുപാർശ. സൗജന്യമായി പണം പിൻവലിക്കാവുന്നത് പ്രതിമാസം 5 തവണ. കൃഷിയിടങ്ങളിൽ നാശം വിതച്ച് കാട്ടുപന്നികൾ. കടങ്ങോട് തെക്കുമുറിയിൽ 100ഓളം വാഴകൾ നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി കൂട്ടിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചുകയറി യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി അസ്ലമിനാണ് പരിക്കേറ്റത്. വേണ്ടത്ര സുരക്ഷയും ഗതാഗത ക്രമീകരണങ്ങളുമില്ലാതെയുള്ള അടിപ്പാത നിർമ്മാണം അപകടങ്ങൾക്ക് ഇടയാകുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന്റെ 2 ഭാഗത്തുമുള്ള യു-ടേണിലെ സൗകര്യക്കുറവും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കരയിൽ റെയിൽവേ ട്രാക്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കരയിൽ വാഗപ്പാറ വീട്ടിൽ സുധാകരനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. കൊടുങ്ങല്ലൂരിൽ വയോധികനെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടപ്പുറം കോട്ടയിൽ കാഞ്ഞിരപ്പുഴയിലാണ് 65 വയസ്സു പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയത്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 760 രൂപ വർദ്ധിച്ച് 63,240 രൂപയിലെത്തി. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ വൈകുന്നേരം 5:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. പഴയന്നൂർ വടക്കേത്തറ സർക്കാർ ആശുപത്രി ബസ് സ്റ്റോപ്പിലെ 2 കടകളിൽ മോഷണം. വടക്കേത്തറ കടഞ്ഞക്കര കുമാരന്റെ കടയിലും പഴയിടത്ത് കുമാരിയുടെ അമ്മ ടീ സ്റ്റാളിലുമാണ് മോഷണം നടന്നത്. കോടന്നൂരിൽ ഓട്ടോ ദേഹത്തിടിക്കാൻ പോയെന്ന് ആരോപിച്ച് യാത്രക്കാരനെ മർദ്ദനം. ചേനം സ്വദേശിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 9 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. LDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന റാലി നടത്തി. NK അക്ബർ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വാൽപ്പാറ കൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വിദേശ പൗരൻ മൈക്കിളിന്റെ പോസ്റ്റ്മോർട്ടം പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നു. വാട്ടർഫാൾസ് എസ്റ്റേറ്റിന് സമീപത്തുണ്ടായ ആക്രമണത്തിലാണ് ബ്രിട്ടീഷ് പൗരനായ മൈക്കിൾ മരിച്ചത്. നിരത്തിലെ നിരന്തര അപകട മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ റോഡ് സേഫ്റ്റി ഫ്ലെക്സി പോൾ ഡിവൈഡറുകൾ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന കുറാഞ്ചേരി, അത്താണി, അകമല പ്രദേശങ്ങളിലാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. 41ാമത് സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 7 മുതൽ 9 വരെ കുന്നംകുളത്ത് നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ മോഷണക്കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു. പാലക്കാട് സ്വദേശി മഞ്ഞക്കാട്ട് വളപ്പിൽ അജീഷാണ് പിടിയിലായത്. പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസനത്തിന്റെ ഭാഗമായി 1 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ബജറ്റിൽ കർഷകരെ അവഗണിച്ചെന്നാരോപിച്ച് ഇരിങ്ങാലക്കുടയിൽ കർഷക സംഘം പ്രവർത്തകർ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമലയിലെ അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ. TCV വാർത്തയെ തുടർന്നാണ് നടപടി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് വാർഷികം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TV തിലകൻ അധ്യക്ഷനായി.
എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്യാൻസർ പരിശോധന ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി മുല്ലയ്ക്കൽ ഭരണിവേളയിലെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടയിൽ ആന ഇടഞ്ഞു. എഴുന്നള്ളിപ്പിന് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ഇരുനില കെട്ടിടത്തിന് മുകളിൽ നിന്നും സുഹൃത്തിനെ തള്ളിയിട്ടയാൾ അറസ്റ്റിൽ. എറിയാട് അത്താണി ചെട്ടിപ്പറമ്പിൽ ഷാജുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിൽ PM പോഷൻ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ കിച്ചൺ കം സ്റ്റോർ കെട്ടിട ഉദ്ഘാടനം നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് അകറ്റാം അർബുദം എന്ന പരിപാടിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവ് അധ്യക്ഷത വഹിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കും. 15,000-ൽ പരം വോളിബോൾ കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കുന്നത്. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പെൺകുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനം തുടങ്ങി. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പരിശീലന ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിലുള്ള സ്റ്റോക്ക് ജനുവരി 27-ന് പൂർണ്ണമായും തൃശൂർ ജില്ലയിലെ റേഷൻ കടകളിൽ എത്തിച്ചു നൽകിയെന്ന് വാർത്ത നൽകിയ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിലുള്ള സ്റ്റോക്ക് റേഷൻ കടകളിൽ ഫെബ്രുവരി 1-നാണ് എത്തിച്ചു നൽകിയതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഈ മാസം 11-ന് ആഘോഷിക്കും. തൈപ്പൂയ മഹോത്സവത്തിന്റെ കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി പറവൂർ രാഗേഷ് നിർവഹിക്കും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ചപന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മുതിർന്ന ഡോക്ടർമാരായ PR നാരായണൻ, KA ശ്രീനിവാസൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേളത്ത് ഡോക്ടർ ശാന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി. സിനർജിയ ചേതന ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ നാളെ രാവിലെ 10-ന് ആരംഭിക്കുന്ന നാഷണൽ ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ യുവ സംവിധായകൻ വിനോദ് ലീല ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലുണ്ടായ SFI KSU സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകൻ മുഹമ്മദ് റുവൈസ്, KSU പ്രവർത്തകൻ മോസസ് സോജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പുൽക്കാടും കത്തിനശിച്ചു. മാളയിൽ നടന്ന ഡിഫോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാള SHO സജിൻ ശശിയെ മാറ്റി. അന്വേഷണത്തിന് ആലൂർ SHO KM ബിനീഷിനെ ചുമതലപ്പെടുത്തി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിന്നും വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂരിന് യാത്രയയപ്പ് നൽകി. ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെ സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തു. രക്തബാങ്കിന് ലഭിച്ച പുരസ്കാരം വകുപ്പ് മേധാവി ഡോക്ടർ സജിത് വിളമ്പിൽ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ KA അർച്ചന, ഡോക്ടർ PS അഞ്ജലി എന്നിവർ ചേർന്ന് കേന്ദ്ര അഡീഷണൽ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡോക്ടർ വിജയ് മോദ്ഗരയിൽ നിന്നും ഏറ്റുവാങ്ങി. മുരിങ്ങൂരിൽ ഹോട്ടലിൽ നിന്ന് 64,38,500 രൂപ തട്ടിയെടുത്തയാളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് സ്വദേശി ഫെയ്ത്ത് ആണ് അറസ്റ്റിലായത്. ആലപ്പാട് പാടശേഖരത്തിലെ വെള്ളം വറ്റിത്തുടങ്ങിയ കൈത്തോടിൽ പൊടിമീൻ സദ്യയുണ്ണാനായെത്തി കൊറ്റിക്കൂട്ടം വിസ്മയ കാഴ്ചയായി. 100 കണക്കിന് വെള്ളക്കൊക്കുകളാണ് പ്രഭാതത്തിൽ പൊടിമീൻ സദ്യയ്ക്ക് എത്തിയത്. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു.
ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശി ചിറപ്പറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത. അമ്പനോളി നായാട്ടുകുണ്ട് റോഡ് പുനർനിർമ്മാണം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. എടത്തുരുത്തി പൈനൂരിൽ കൊയ്ത്തുത്സവം നടത്തി. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.